നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരിലുള്ള ദന്ത ചികിത്സയെ സംബന്ധിച്ചാണ്. ഈ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരിൽ എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നൊന്ന് ആലോചിച്ച് നോക്കുക. 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മെഷീൻ, ശരീരം എന്ന മെഷീൻ്റെ പല സ്പെയർ പാർട്സും പ്രശ്നങ്ങളായി തുടങ്ങും. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ വായ. അപ്പോൾ വായിലുള്ള തേയ്മാനം വളരെയധികം കൂടുതലായിരിക്കും. മോണരോഗങ്ങൾ വരാം, പല്ലിന് കേടുപാടുകൾ സംഭവിക്കാം. അതേപോലെ ഈ കേടുപാടുകൾ സംഭവിച്ചു കഴിയുമ്പോൾ ഇതിനെ ഒരു 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 വിഷ്യസ് സർക്കിൾ എന്ന പോലെ ഒരു പ്രശ്നം കാരണം അടുത്ത പല്ലിലേക്ക് പ്രശ്നങ്ങൾ വന്ന് അത് മോണയിലേക്ക് ബാധിച്ച് അതങ്ങനെ കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പരിണമിച്ച് പിന്നെ അവസാനം അത് ഭീകര പ്രശ്നങ്ങളായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സിറ്റുവേഷൻസ് നമ്മൾ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ 50 വയസ്സ് കഴിയുമ്പോൾ എന്താണ് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. 50 വയസ്സ് കഴിയുമ്പോൾ ഉമിനീര് കുറയുന്നു, ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അതിനെ നമ്മൾ സെറോസ്റ്റോമിയ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനൊരു കണ്ടീഷനുണ്ട്. അതായത് ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഈ ഉമിനീര് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉമിനീര് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വായിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഉമിനീരിലുള്ള ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്, ആരോഗ്യദായകമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. പിന്നെ നമ്മുടെ ബാക്ടീരിയൽ ആക്ടിവിറ്റി കുറയ്ക്കാനും ഒക്കെ അത് സഹായിക്കും. അതിൽ ഒരുപാട് ഇമ്മ്യൂണോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പലപ്പോഴും ബാക്ടീരിയൽ ആക്ടിവിറ്റിയും കുറയും. അപ്പോൾ ഉമിനീര് കുറയുന്നതനുസരിച്ച് ബാക്ടീരിയൽ ആക്ടിവിറ്റി കൂടും. അതേപോലെ ബോൺ ലോസ്, എല്ല് നഷ്ടപ്പെടുക. എങ്ങനെയാണ് എല്ല് നഷ്ടപ്പെടുന്നത്? രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ പ്രായം അധികമാവുന്നത് കൊണ്ടോ എല്ലിൻ്റെ സ്ട്രക്ചറിൽ വ്യതിയാനം വരികയും എല്ല് നഷ്ടപ്പെടുകയും ചെയ്യാം. പിന്നെ അതേപോലെ ഡയബറ്റിസ്, അതേപോലെ മറ്റു പല പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടും നമുക്ക് എല്ല് നഷ്ടപ്പെടാം. ഓസ്റ്റിയോപൊറോസിസ് എന്നൊക്കെ പറയുന്ന പല കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ സ്മോക്കിംഗ്, അതേപോലെ മറ്റു പല ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ല് നഷ്ടപ്പെടാനായിട്ടുള്ള അവസരം വളരെ കൂടുതലായിരിക്കും. പിന്നെ പലപ്പോഴും ഈ 50 വയസ്സ് കഴിയുമ്പോഴേക്കും പല പല മെഡിക്കൽ കണ്ടീഷൻസ് വ്യക്തികളിൽ വന്ന് ഭവിക്കും. ഉദാഹരണത്തിന് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ആസ്ത്മ, മറ്റു പല രോഗങ്ങൾ, ഇപ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, എല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ജോയിൻസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ വായയും ബാധിക്കും പല രീതികളിൽ. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ 50 വയസ്സ് കഴിയുമ്പോൾ ഉള്ളവരിലുള്ള ഡെൻറ്റിസ്ട്രിയെക്കുറിച്ച് ഒരു അവബോധം ആവശ്യമാണ് എന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. പലപ്പോഴും തേയ്മാനം വരിക, പല്ലിന് കേട് സംഭവിക്കുക എന്നൊക്കെ വന്നു കഴിയുമ്പോൾ പല്ലുകൾ നഷ്ടപ്പെടും. പല്ലുകൾ നഷ്ടപ്പെടുന്നതോടുകൂടി കവളൊട്ടാൻ തുടങ്ങും, മുഖത്തിനൊരു കൊളാപ്സ് വരും, ഫേഷ്യൽ കൊളാപ്സ് എന്ന് പറയുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും ഫങ്ഷനിങ്ങിലുള്ള പ്രോബ്ലത്തിന് ഉപരിയായിട്ട് കാഴ്ചയിലും നമ്മുടെ അപ്പിയറൻസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരികയും പ്രായാധിക്യം ഉള്ള പോലെ തോന്നുകയും ഒക്കെ ചെയ്യും. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. മോണരോഗങ്ങൾ വന്നു കഴിയുമ്പോൾ മോണ ആണ് നമ്മുടെ പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ പല്ല് അവിടെ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ഘടകമാണ് മോണരോഗം വന്നു കഴിഞ്ഞാൽ പല്ലിന് സപ്പോർട്ട് പോകുന്നു, പല്ലുകൾ ഇളകിയാടി വീണു പോകാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മോണരോഗങ്ങൾ പലപ്പോഴും 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും മോണരോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് നിലനിർത്തി ആ മോണരോഗം മാറ്റി മോണ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ പല്ലിന് ബലത്തോടുകൂടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. പലപ്പോഴും 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരിൽ പല്ലിന് തേയ്മാനം വളരെയധികം കാണാറുണ്ട്. പല്ലിന് തേയ്മാനം വന്നു കഴിയുമ്പോൾ ആ പല്ലിൻ്റെ തേയ്മാനം കാരണം നമ്മുടെ
വേർട്ടിക്കൽ ഹൈറ്റ് കുറയുന്നു. അതായത് ഈ മൂക്കിൻ്റെ അടിഭാഗവും കീഴ്ത്താടിയുടെ അടിഭാഗവും തമ്മിലുള്ള ആ ഒരു ഹൈറ്റ് ഉണ്ട് നമുക്ക്, അതങ്ങ് കുറഞ്ഞു പോകുന്നു, അതങ്ങ് ഫ്ലാറ്റ് ആവുന്നു. പിന്നെ അതിന് പുറമേ പല്ലിനൊക്കെ പുളിപ്പ് വരാനും കടി തെറ്റിപ്പോകാനും ഒക്കെയുള്ള സാഹചര്യം വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് വളരെയധികം ഗുണകരമായിരിക്കും. അവരുടെ പ്രായാധിക്യം കുറയ്ക്കാനും കൂടുതൽ പ്രായമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് മാറ്റാനും പിന്നെ ഫങ്ഷനിങ്ങിൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ പലപ്പോഴും ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ നമുക്ക് ഇങ്ങനെയുള്ളവരിൽ നമുക്ക് ക്രൗൺസ് ചെയ്ത് തേയ്മാനം സംഭവിച്ചിട്ടുള്ള പല്ലുകൾ ഒരല്പം ചെറുതാക്കി നമുക്കത് ക്യാപ്പിട്ട് നമുക്കതിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു കൊളാപ്സ്ഡ് ബൈറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരുപാട് പേരിൽ പല്ലുകൾ നഷ്ടപ്പെട്ട് തീരെ നിലനിർത്താൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പല്ലുകൾ എടുത്ത് കളഞ്ഞ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് നമുക്ക് പല്ല് സ്ഥിരമായിട്ട് വെക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരിൽ വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. പലപ്പോഴും പ്രായം അധികമാവുന്നതനുസരിച്ച് എന്നോട് പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ പല്ലൊക്കെ നിർത്തേണ്ട കാര്യം എന്തായാലും ഞാൻ വയസ്സാകുമ്പോൾ ഇതൊക്കെ വീണു പോകും, എല്ലാം പോവും. അപ്പം പിന്നെ ഞാൻ എന്തിനാ ഇതിന് മാത്രം പൈസ ചിലവാകുന്നത്? അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. പ്രായമാവുന്നതനുസരിച്ച് പല്ലെല്ലാം വീണു പോകുമെന്ന് പറയുന്നത് വെറുതെയാണ്. പ്രായമാവുന്നതനുസരിച്ച് പല്ല് വീണു പോവില്ല, പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുകയും മോണയ്ക്ക് പ്രശ്നങ്ങൾ വരികയൊക്കെയാണ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് നിർത്തി തേയ്മാനം വന്നിട്ടുള്ള പല്ലിൻ്റെ മുകളിൽ നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ക്രൗൺസ് ചെയ്യുകയോ ഇല്ലാത്ത പല്ലുകൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇംപ്ലാന്റ് മുഖേനയോ അല്ലെങ്കിൽ ക്രൗൺ മുഖേനയോ റീപ്ലേസ് ചെയ്ത് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് മുഖേനയോ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല്ലുകളും മോണയും എല്ലും ഒക്കെ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരിൽ വളരെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? പ്രോപ്പറായിട്ട് നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കാണുക, പീരിയോഡിക്കായിട്ട് കാണുക, ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, എക്സ്റേസ് എടുത്ത് പ്രോപ്പറായിട്ടുള്ളൊരു അനാലിസിസ് ചെയ്യുക, പിന്നെ ക്ലീനിങ് ചെയ്യേണ്ട സമയത്ത് ക്ലീനിങ് പ്രോപ്പറായിട്ട് ചെയ്യുക, അടയ്ക്കാനുള്ള പല്ലുകൾ അടച്ചു നിർത്തുക, റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുക, പല്ലുകൾ പോയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, പലപ്പോഴും ഇംപ്ലാൻസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സെറ്റ് ഓഫ് പല്ല് നമുക്ക് വായുടെ ഉള്ളിൽ നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഡിറ്റീറിയറേറ്റ് ചെയ്ത് നമുക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യങ്ങൾ ചോദിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി തരുന്നതാണ്. നന്ദി, നമസ്കാരം.